തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അറിവുള്ളവർ സ്വയം തിരുത്തും, അറിവില്ലാത്തവർ തർക്കിച്ചുകൊണ്ടിരിക്കും. കഠിന പ്രവർത്തനം എല്ലായ്പ്പോഴും സന്തോഷം നൽകില്ലായിരിക്കാം, എന്നാൽ പ്രവർത്തനമില്ലാതെ സന്തോഷമില്ല. സ്വന്തമെന്ന തോന്നൽ കൊണ്ടും അമിതമായ സ്നേഹം കൊണ്ടും നമ്മൾ ചെയ്യുന്ന പലതും മറ്റുള്ളവർക്കൊരു പക്ഷേ ശല്യമായിരിക്കാം. നിങ്ങൾ വിചാരിക്കുന്നതിലും ശക്തനാണ് നിങ്ങൾ. കണ്ടത് വിശ്വസിക്കുക, കേട്ടത് ഒഴിവാക്കുക. സന്തോഷമായിരിക്കാൻ 2 വഴികളുണ്ട്. നിങ്ങളുടെ സാഹചര്യം മാറ്റുക, അല്ലെങ്കിൽ ആ സാഹചര്യത്തോടുള്ള നിങ്ങളുടെ ചിന്താഗതി മാറ്റുക. ജീവിതത്തെ അതിൻ്റെ ഒഴുക്കിനനുസരിച്ച് വിടുക. ഒഴുക്കിനനുസരിച്ച് നീന്താൻ മറ്റൊരു ശക്തിയും ആവശ്യമില്ല. പലരുടെയും ലൈഫിലും നമുക്കൊരു പകരക്കാരൻ്റെ വേഷമേ ഉള്ളൂ. ആരെങ്കിലും തിരിച്ചു വന്നാൽ മാറ്റി നിർത്തപ്പെടുന്ന പകരക്കാരൻ. ശക്തനായ ശത്രുവിനെ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ജയിച്ചെന്ന് വരാം. പക്ഷേ ചതിയനായ മിത്രത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഉറപ്പായും നിങ്ങൾ തോൽക്കും. സ്നേഹബന്ധങ്ങൾക്കിടയിൽ കുറച്ച് അകലം നല്ലതാണ്. സ്നേഹം കൂടിയാലും കുറഞ്ഞാലും അവസാനം സങ്കടമാണ് ഫലം. സ്വയം വിലമതിക്കാൻ പഠിക്കുക. അതിനർത്ഥം നിങ്ങളുടെ സന്തോഷത്തിനായി പോരാടുക എന്നാണ്. സന്തോഷത്തിൻ്റെ രഹസ്യം സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ രഹസ്യം ധൈര്യമാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ ദിവസവും സംസാരിക്കുന്നതിൽ കൂടുതൽ നിങ്ങൾ മറ്റൊരാളോടും സംസാരിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളോട് ദയാലുവായിരിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ പിന്തുണയ്ക്കുക. മറ്റാരും നിങ്ങളുടെ നിലനിൽപ്പ് ആഗ്രഹിക്കാത്തതിനാൽ നിങ്ങൾക്കായി നിങ്ങൾ തന്നെ നിലകൊള്ളുക. വേറൊരാളെയും പ്രതീക്ഷിക്കരുത്. നിങ്ങളുടെ വികാരങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ബുദ്ധിയെ കീഴടക്കാൻ അനുവദിക്കരുത്. നമ്മളൊരു തെറ്റു ചെയ്താൽ അത് എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാകും. എന്നാൽ നമ്മൾ അവർക്ക് നൽകിയ ഉപകാരങ്ങൾ അത് ഒരിക്കലും ആരുടെയും ഓർമ്മകളിൽ ഉണ്ടാവുകയില്ല. ജീവിതമാണ്. പരീക്ഷിക്കപ്പെടും, പരാജയപ്പെടും, പിന്തള്ളപ്പെടും, പരിഹസിക്കപ്പെടും. മനുഷ്യനാണ്. മറികടക്കണം, വിജയിക്കണം, കുതിച്ചുയരണം, നേരിടണം. ശത്രുക്കളെ ഉണ്ടാക്കാൻ വഴക്കിടേണ്ട ആവശ്യമില്ല. സത്യം തുറന്ന് പറയാൻ തയ്യാറായാൽ മതി. ഇഷ്ടം പോലെ ശത്രുക്കൾ ബന്ധുക്കളിൽ നിന്നും സൗഹൃദങ്ങളിൽ നിന്നും ലഭിച്ചേക്കാം. ഈ ലോകത്തെ മുഴുവൻ സന്തോഷിപ്പിക്കാനോ ആശ്വസിപ്പിക്കാനോ നമുക്ക് കഴിയില്ലായിരിക്കാം. എന്നാൽ ഒരുപാട് പേരെ ദുഃഖിപ്പിക്കാതിരിക്കാൻ നമുക്ക് കഴിയും.